മനുഷ്യൻ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന എല്ലാ മാലിന്യങ്ങളും അവസാനം ചെന്നെത്തുന്നത് കടലിലാണ്. ഇതുമൂലം കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമിയുടെ കാലാവസ്ഥയെ തകിടം മറിക്കാൻ കാരണമാകുന്നു. ഇപ്പോൾ ഇതാ കടലിന്റെ നിറം അസാധാരണമായ രീതിയിൽ മാറുന്നതായി ഗവേഷണ പഠനം. ഇത് ചെറിയ മാറ്റമൊന്നുമല്ലെന്നും ഭൂമിയിലെ മൊത്തം കടലിന്റെ ഏതാണ്ട് 21% നിറമാറ്റം സംഭവിച്ചു കഴിഞ്ഞെന്നും ഗവേഷണ പഠനത്തിൽ പറയുന്നു. ഈ മാറ്റം തുടങ്ങിയത് ഇപ്പോൾ ഒന്നുമല്ല. ഏതാണ്ട് 20 വർഷമായി കടലിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പഠനത്തിൽ പറയുന്നു. കടലിൽ 71 മില്യൺ സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് ഇത്തരത്തിൽ കടും നിറമായി മാറിയിരിക്കുന്നത്. പ്ലൈമൌത്ത് മറൈൻ ലബോറട്ടറി സ്ഥാപനത്തിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകളാണ് ഇവ. സാറ്റലൈറ്റ് ഡേറ്റയും ഓഷ്യാനിക് മോഡലുകളെയും അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പഠനം നടത്തിയിരിക്കുന്നത്. സമുദ്രത്തിൽ പ്രകാശം കടന്നു ചെല്ലുന്ന ഫോട്ടിക് സോണിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന് കാരണം. സമുദ്രത്തിൽ ഫോട്ടിക് സോണിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും മത്സ്യങ്ങളടക്കമുള്ള എല്ലാ സമുദ്രജീവികളുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. 2.6% സമുദ്രപ്രദേശത്തും 100 മീറ്റർ താഴേക്ക് പ്രകാശം സഞ്ചരിക്കുന്നില്ലെന്നും പഠനം പറയുന്നു. അത്രയും ഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു ചെല്ലാതിരുന്നാൽ അവിടെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയാതെയാകും. ഈ പുതിയ പ്രവണത സമുദ്രജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുമെന്നും ഇത് സമുദ്രജീവികളുടെ വംശനാശത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂര്യപ്രകാശം കടന്നു ചെല്ലാതാവുമ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കാതാകുകയും ഇത് മത്സ്യങ്ങളടക്കമുള്ള സമുദ്രജീവികളുടെ ഭക്ഷ്യവ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും. സമുദ്രത്തിൽ 10% പ്രദേശവും വളരെ കുറച്ച് വെളിച്ചം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇത് ഭാവിയിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് സമുദ്രം കൂടുതൽ നിറവ്യത്യാസം പ്രകടിപ്പിക്കുമെന്നും പഠനം പറയുന്നു. അതിനാൽ സമുദ്രത്തെ സംരക്ഷിക്കാനും സമുദ്രജീവികളുടെ വംശനാശം തടയാനും ഈ നിറവ്യത്യാസം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണമെന്നും പഠനം പറയുന്നു. കൂടുതൽ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.